ഹിറാഗുഹയിൽ നിന്നും ഇറങ്ങി വന്ന ആ രാത്രി ആകാശം പോലും നിശബ്ദമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ഭയത്താൽ വിറച്ചിരുന്നു. ശരീരം നടുങ്ങി, ശബ്ദം നിലച്ചു. ജമ്മിലൂനി, എന്നെ പുതപ്പെട്ടു മൂടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപേക്ഷിച്ചു. അവർ ചോദിച്ചിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന്. അവർക്ക് സംശയമുണ്ടായിരുന്നില്ല ഇത് സത്യമാണോ എന്നും. അവർ ഓടിയെത്തി പ്രിയ ഭർത്താവിനെ തന്റെ കൈകളാൽ പുതപ്പെട്ടു മൂടുകയായിരുന്നു. വിറയുന്ന ശരീരം തന്റെ കരുതലിൽ അടക്കുകയായിരുന്നു. കണ്ണുകളിൽ ഭയം കണ്ടപ്പോൾ ഹൃദയത്തിൽ ധൈര്യം നിറച്ച് അവർ പറഞ്ഞു, നബിയെ, അങ്ങയെ അള്ളാഹു ഒരിക്കലും നിരാശരാക്കില്ല. അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരാണ്, ദരിദ്രരെ പരിഗണിക്കുന്നവരാണ്, സൽസ്വഭാവിയാണ്. ആ രാത്രി ഒരു ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിച്ചതല്ല, മറിച്ച് ഒരു സ്ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ ദൗത്യത്തെ താങ്ങി നിർത്തുകയായിരുന്നു. പിന്നീട് വന്നത് പട്ടിണിയും ഏകാന്തതയും ഉപദ്രവമായിരുന്നു. അവരെല്ലാം ചിരിച്ചുകൊണ്ട് സഹിച്ചു. തന്റെ സമ്പത്ത് മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ചു. സ്വന്തം ജീവിതം പോലും ദീനിനു വേണ്ടി നിശബ്ദമായി സമർപ്പിക്കുകയായിരുന്നു. അവരുടെ വിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം ഒറ്റപ്പെട്ടു പോയി. ആ വർഷമാണ് ദുഃഖവർഷം, അതായത് അവരുടെ അഭാവത്തിന്റെ ശബ്ദം. ആ ത്യാഗത്തിന്റെ പേരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ ആണ്ടുദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ.